ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സ്റ്റേ ചെയ്യുന്ന ഫാമിലി അവരുടെ കൂടെ ജസ്റ്റ് ഒരു 2 days ട്രിപ്പ് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് കാർഡിഫിലാണ്. ഞങ്ങൾ ലണ്ടനിൽ നിന്നും ഇന്നലെ കോട്ട്സ്വേൾഡും കാസിൽ കൂമ്പും എല്ലാം വിസിറ്റ് ചെയ്ത് ഇവിടെ കാർഡിഫിലുള്ള ട്രാവൽ ലോഡ്ജിലായിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായില്ല. ഇന്ന് വിചാരിച്ചു എന്തായാലും ഇപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാവരെയും കാണിക്കാം, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ റൂമിൽ, അവിടെ താഴെ റൂമിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പം എന്നോട് റെഡിയായി വേഗം ചെല്ലാൻ പറഞ്ഞതാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ കളിക്കുക. അപ്പോൾ ഫ്രഷപ്പായി ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകണം. താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ കാർഡിഫിലുള്ള ഏതെങ്കിലും 1-2 പ്ലേസ് വിസിറ്റ് ചെയ്ത് ഇന്ന് റിട്ടേൺ പോകും. അപ്പോൾ മെയിനായിട്ട് വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് നോർത്ത് വെയിൽസ് ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളതാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ, അതുപോലെ കാർഡിഫും കണ്ടിട്ടുള്ളത്. അപ്പോൾ സൗത്ത് വെയിൽസിൽ എവിടെയെങ്കിലും 1-2 സ്പോട്ട് ഏതെങ്കിലും ബീച്ച് സൈഡ് പിടിക്കാമെന്ന് ചോദിച്ചു. എന്തായാലും സമ്മറല്ലേ, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ബേബി ഉണ്ട്, ഞാൻ അവരെല്ലാവരെയും കാണിച്ചു തരാം, എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. രാവിലെ എണീറ്റൊരു ചായ, അത് മസ്റ്റാണ്. അന്നൊന്നുമില്ല, തോന്നിയ ഉണ്ടാക്കി കുടിക്കും, എൻ്റെ മൂഡ് പോലെ ഇരിക്കും, ഞാൻ ഉണ്ടാക്കുന്നത് കുടിക്കണതല്ല. മോസ്റ്റ്ലി ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കോഫിയാണ് പ്രിഫർ ചെയ്യാറ്, കുറച്ചുകൂടെ ഒരു ഉഷാറാവുമല്ലോ. കാരണം ഓഫീസ് ടൈമിന് ജസ്റ്റ് ഒരു ½ an hour അല്ലെങ്കിൽ ഒരു 40 minutes മുന്നായിരിക്കും ഞാൻ എണീറ്റ് വേഗം ഓടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചെന്ന് വേഗം ഒരു കെറ്റിൽ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് വേഗം കുടിക്കുക, അതാണ് എൻ്റെ സ്ഥിരം റൊട്ടീൻ. ഇപ്പം ഞാൻ ഓഫുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചായ ഞാൻ പ്രിഫർ ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ കെറ്റിലെ ചായ തന്നെ കേട്ടോ. വീട്ടിലാണെങ്കിൽ നമ്മൾ നല്ല ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടിട്ട് നല്ല അസല് കോഫി അസല് ടീ അതുണ്ടാക്കി കുടിക്കും. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നേരെ കാർഡിഫ് ടൗണിലുള്ള കൂട്ടാൻസ് എന്ന് പറഞ്ഞ മലയാളി റെസ്റ്റോറൻറ്റിലാട്ടോ വന്നേ. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ലൈക്ക് മീൽസാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു, എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ തലേദിവസം അവിടെ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അവൻ ഫുഡിനെ കുറിച്ച് വിവരിക്കണതാട്ടോ. പിന്നെ എന്താ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, നല്ല മീൽസായിരുന്നു. ഞങ്ങൾ പിന്നെ നല്ല മീൻ പൊള്ളിച്ചതൊക്കെയാണ് അവിടെ നിന്ന് കഴിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ സ്പോട്ടിലോട്ട് പോവുമായിരുന്നു. ഓൺ ദി വേ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ നല്ല വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ വെച്ച് അങ്ങനെ നൈസായിട്ട് പോവുമായിരുന്നു. നിച്ചുവിന് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നിച്ചുവിനെ കുറെ ഇറിറ്റേറ്റ് ചെയ്ത്. ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ എവിടേക്കാ പോകുന്നത് നിച്ചു? നമ്മൾ എങ്ങടാ പോകുന്നേ? ബീച്ച് മറന്നു. ബീച്ച് കാണാൻ പോവാന്ന് പറ. അതെ, വിൻഡ്മില്ല് കണ്ടു ഞങ്ങൾ പോയപ്പോ. അത് പറഞ്ഞ എത്ര എണ്ണം കണ്ടു? 4. Yes. 4. One. I want to go there. 1, 2, 3, 4, 5. 5 വിൻഡ്മിൽസ് കണ്ടല്ലേ? 5 going there. അതെ. സംസാരിക്കുന്നത് വെലിഷ് ഭാഷയാണ്, കാർഡിഫിലെ ഭാഷയാണ്. We're going there. Yes, we are going to there. We're going there. I'll go the windmill. അതെ, വിൻഡ്മില്ലാണ് നമ്മൾ പോണ വഴിയില്. മലയാള പ്രശ്നം കേട്ടോ. എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച നിച്ചു? ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉച്ചയായപ്പോഴാ കഴിച്ചേ. ഉറങ്ങി എണീറ്റത് കുറെ ലേറ്റ് ആയി. നമ്മുടെ മാമുണ്ടല്ലേ, പക്ഷെ എനിക്ക് തിരക്കിന് മുന്നേ കൂടെ ഞങ്ങള് എവിടെന്നാ കഴിച്ചേ? കാർഡിഫിലെ കൂട്ടാൻസ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിൽ നിന്ന് കൊറേ മലയാളി ഫുഡൊക്കെ കഴിച്ച് തൃപ്തിയായി. അപ്പൊ നിച്ചു എന്തോ കാര്യം പറയാനുണ്ട്. നിച്ചുവിന്റെ ഫേവറേറ്റ് കാർട്ടൂൺ ഏതാ നിച്ചു? പറഞ്ഞേ. പെപ്പാ പിഗ് ആണെന്നോ പറഞ്ഞ? പെപ്പാ പിഗ് ആണെന്നോ? അതെ, പെപ്പാ പിഗ്. അതുപോലെ ജോർജിന് എന്തൊരു വ്യത്യാസം? ജോർജ് ചെറുതല്ലേ? ഞങ്ങള് ബീച്ച് പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ പോണേ നിച്ചു? ബീച്ചിൽ പോയിട്ട് എങ്ങനെ കിടക്കാൻ പോകുന്നേ കണ്ടോ? ഞങ്ങളിവിടെ നേരെ കാണിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ അവിടെ എത്തിയിട്ട് നേരെ കാണിച്ചു തരാം നിച്ച് എങ്ങനെ കിടക്കണെന്നൊക്കെ. അതെ, നിച്ച് എങ്ങനെ കിടക്കണെന്നൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഡ്രൈവ് ചെയ്യാണ്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷെ ഇത് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യില്ല കേട്ടോ. ജോർജ് നോക്കാൻ പറ്റില്ല, ജോർജ് ഡ്രൈവ് ചെയ്യല്ലേ. ഓക്കെ,
പക്ഷെ എങ്ങനെയുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ചേച്ചി ഓക്കെ ആണോ? ഓക്കെ. അതെ, ചേച്ചി ടയേർഡ് ആയിരുന്നു, ബട്ട് ഇപ്പോൾ ഓൾ റൈറ്റ് ആണ്. വണ്ടി കയറി ഛർദിക്കുന്ന രസമുള്ളതുകൊണ്ട്. അതെ, ചേട്ടൻ ഇവിടെ ഉണ്ട്. ഞാൻ ഡബിൾ ഓക്കെ. ചേട്ടൻ ഡബിൾ ഓക്കെയാണ്. നിച്ചു ഓക്കെ ആണോ? യെസ്, നിച്ചു ഇസ് ഫൈൻ. നിച്ചു എന്തിനാ വെയിറ്റിംഗ്? ബീച്ച് കാണാൻ വെയിറ്റിംഗ് ആണ്, അതുപോലെ വിൻഡ്മില്ല് കാണാൻ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുക എവിടെ അടുത്ത വിൻഡ്മില്ല്. അതെ, അതെ. അക്ഷയനെ നിച്ചു ജോർജ് നട്ട് വിളിക്കുന്നേ. അതെന്തുകൊണ്ടാ? ജോർജ് എവിടെയാ? ജോർജ് ജോർജ് ഡ്രൈവ് ചെയ്യാ. നിച്ചുന്റെ ഫേവറേറ്റ് കാർട്ടൂൺ പെപ്പ പിഗ് ആണ്. പെപ്പ പിഗിലെ അതെ, പെപ്പ പിഗിന്റെ ബ്രദർ ആണ് ജോർജ്. യെസ്. അപ്പൊ അക്ഷയനെ നിച്ചു ജോർജ് എന്നാണ് വിളിക്കുക. അക്ഷയ് ജോർജും നിച്ചു പെപ്പ പിഗും അല്ലേ? അതെ. മമ്മി പിഗോ? ഡാഡി പിഗോ? ഞാൻ മാത്രം ചെയ്യാട്ടോ. അതെ, പച്ചക്ക് വിളിക്കാന്ന്. ബാക്കി വിശേഷങ്ങളൊക്കെ ബീച്ച് ചെന്നിട്ട് അല്ലേ ചേച്ചു? അപ്പൊ ചാച്ച പറഞ്ഞേ ചാച്ചാ, ബീച്ചിൽ നിന്ന് കാണാം. ഓക്കെ, ബൈ. തന്നെ കുറേ ദൂരം കഴിഞ്ഞപ്പോഴാണെങ്കിൽ നിച്ചു അങ്ങ് ഉറങ്ങി. നിച്ചു നല്ല ഉറക്കമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളിതേ ഈ ആശാന്മാരെ കാണുന്നത്. വൈൽഡ് കൗസ് ആട്ടോ ഇത്, അതായത് വൈൽഡായിട്ടുള്ള പശുക്കളാണ്. ഇവർക്ക് ഓണർമാരൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇവർ അറ്റാക്ക് ചെയ്യോ ഇല്ലയോ ഒന്നും അറിയില്ല. പക്ഷെ ഇതിങ്ങനെ റോട്ടിക്കൂടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവർ പാസ് ചെയ്യുന്നത് വരെ റോഡിൽ നിന്നും സൈഡിലോട്ട് മാറുന്ന വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടായിരുന്നു. ചിലതിനൊക്കെ ഭയങ്കര വലുപ്പവും ഭയങ്കര ഇതായിരുന്നു ചിലതിനൊക്കെ കാണാൻ. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഇരിക്കുമെന്ന്. ശരിക്കും കണ്ട പേടിയുണ്ടായിരുന്നു കേട്ടോ, നല്ല വലുപ്പമുണ്ട്. യൂഷ്വലി UK കൺട്രി സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ റോഡ് ട്രിപ്പ് അത് അടിപൊളിയാട്ടോ. നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അത്ര നല്ല ലാൻഡ്സ്കേപ്പുകളാണുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാമല്ലോ. ഞാൻ വീഡിയോ എടുത്തത് കൊള്ളായിട്ടുണ്ട്, പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ട്രിപ്പ് ഫുള്ള് നല്ല റോഡായിരുന്നു. കാർഡിഫിൽ നിന്നും ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തി. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് നല്ല രസമായിരുന്നു. നിച്ചു ഉറങ്ങി എണീറ്റു. അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ് ആൾ ആക്റ്റീവ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോസിൽ ഇനി അടുത്ത സ്പോട്ടുകളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിച്ചും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ബീച്ചിൽ പോകാൻ റെഡിയായി. യെസ്, നിച്ചു റെഡിയാണോ ബീച്ചിൽ പോകാൻ? പറ യെസ് ഓർ നോന്ന്. അതെ, നിച്ചു ഇടയിലൊന്ന് നൈസായിട്ട് ഇവിടെ എത്താനായപ്പോൾ ബോള് വെച്ച് ടയേർഡായി. ഇനി ബീച്ചിൽ പോയി വേണം ഓക്കെ ആവാൻ. ഇല്ല നിച്ചോ? യെസ്. അപ്പം നമ്മൾ വന്ന ലൊക്കേഷൻ ഈസ് കോൾവർ ഹോൾ. സൗത്ത് വെയിൽസിലുള്ള കോൾവർ ഹോളിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബീച്ച് സൈഡിൽ പോയിട്ട് കാണാം. നല്ല ക്ലൈമറ്റ്, നല്ല രസമായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നു. ഞങ്ങൾ നേരെ ബീച്ച് സൈഡിലോട്ടാണ് പോയത്. അപ്പോൾ ഈ കൾവർ ഹോൾ ആക്ച്വലി എവിടെയാണെന്ന് ഞങ്ങൾക്ക് വലിയ പിടിയില്ല. അപ്പം ഫോണിൽ നോക്കാമെന്ന് വെച്ചാൽ റേഞ്ചും ഇല്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ലൈഫ് ഗാർഡ്സിനോട് ചോദിച്ചിട്ട് അവർ ഡയറക്ഷൻ പറഞ്ഞു തന്നു. സോ ഞങ്ങൾ അങ്ങോട്ട് ഹോളിലോട്ട് പോവാണ്. അവിടെ മലയും കയറി നടന്ന് ഇവിടെ നിന്ന് ഒരു 1/2 hour നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. സോ അപ്പം നമ്മൾ ഇതിലേ പോവും. അപ്പോൾ നമ്മൾ കൾവർ ഹോളിലോട്ട് നടക്കുവാണ്. ഇവിടെ ബീച്ച് സൈഡിൽ നിന്ന് ആ ഒരു പോയിന്റിലോട്ട് പോകാനൊരു 1/2 hour നടക്കാനുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മാപ്പിട്ട് പോവാണ്. ഇവിടെ ഓൺ ദ വേയിൽ ഇവിടെ കാരവൻ സ്റ്റേ. കാറ്റ് ഭയങ്കര കൂടുതലാണ്. തൊപ്പി വരാം, അതായിരിക്കും ബെറ്റർ. അക്ഷയുടെ തൊപ്പിക്ക് കുഴപ്പമില്ല. അതെ, ചേട്ടൻ നിച്ചുവിൻ്റെ ബാഗും ലഗേജൊക്കെ ആയിട്ട് നടക്കുകയാണ്. നിച്ചു ഓടിവാ. അവസ്ഥകൾ ആശാൻ ഓടി വരുന്നുണ്ട്. നമ്മൾ എവിടേക്കാ പോണേ? ചേച്ചി നടന്ന് ക്ഷീണിച്ച് വരുന്നുണ്ട്. പാനിച്ചു ഓടിവാ.
നീച്ചു ആണെങ്കിൽ ഓടി ക്ഷീണിച്ച് ഇതാ ഇപ്പോൾ അക്ഷയനെ ഇമിറ്റേറ്റ് ചെയ്ത് അക്ഷയ എങ്ങനെയാണ് നടക്കണമെന്ന് നോക്കി നടക്കുകയാണ്. ഞങ്ങളതുപോലെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു ക്യാരവാൻസ് ഒക്കെ കാണാൻ കേട്ടോ. എല്ലാം ഡിഫറെൻറ്റ് ആയിട്ട് ഞങ്ങൾ ഓരോ ക്യാരവാൻ നോക്കി. അവിടുത്തെ ആൾക്കാരെല്ലാവരും ഫാമിലി ആയിട്ട് ഇപ്പോൾ ഇവിടുത്തെ വെക്കേഷനാണ് സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ അവരങ്ങനെ സ്റ്റേക്കൊക്കെ ആയിട്ട് വന്നേക്കാണ്, സമ്മർ വെക്കേഷൻ. സോ ഞങ്ങളതൊക്കെ നോക്കി അങ്ങനെ നടന്നു. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് അവൻ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആരും മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഓൺ ദ വേയിൽ ഞങ്ങളൊരു സ്പോട്ട് കണ്ടു, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ബിൽഡിംഗ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഇന്നിച്ചും കൂടെ അങ്ങ് കയറുവാണ്. പണ്ടായിരുന്നായിരിക്കും. അല്ല ആണോ? എനിക്കറിയില്ല കേട്ടോ. എനിക്കറിയില്ല. എന്താണെന്ന് മനസ്സിലാവില്ല. എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ സംഭവമാണ്. അതെ. മിച്ച ഡ്രസ് ചേഞ്ച് ചെയ്യാട്ടോ. പക്ഷേ അങ്ങോട്ട് വീഡിയോ എടുക്കല്ലേ. അയ്യേ കൽവർ ഹോൾ എന്നുള്ള എല്ലാ ഫ്രെയിമും ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും നല്ല നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ആൻഡ് അവിടെ നിന്ന് ആ ബേയിൽ നിന്നുള്ള പിന്നെ അങ്ങോട്ടുള്ള ക്ലിഫും അതെല്ലാം നല്ല രസമാണ് കാണാൻ. എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വരുവാണ്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട് ഗൈസ്. ഇതിൽ എത്തുമെന്നറിയില്ല. ഗോവറോ? നമുക്ക് നിച്ചുവിനായിരുന്നു കേട്ടോ ശരിക്കും സമ്മതിക്കണ്ടേ. ആള് ഫുൾ ആക്റ്റീവ് ആയിരുന്നു. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ അടിപൊളിയായിട്ട് നടക്കുകയായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് വരെ ഇവൻ കുറച്ച് ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ചു. പക്ഷെ ആശാൻ നല്ല ഫോമിലായിരുന്നു. ഇനിയിപ്പോൾ കൽവർ ഹോളിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ലോ. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ബ്യൂട്ടിഫുള്ളാണിത് കാണാൻ. ആൻഡ് ഫൈനലി ഞങ്ങൾ ടോപ്പിലെത്തി. ആൻഡ് നിങ്ങൾ വിചാരിക്കും ഇവിടെയാണ് കൽവർ ഹോളെന്ന്. ആക്ച്വലി ഇവിടെ അല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ അവിടെ അല്ലായിരുന്നു. സോ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എവിടെയാണ് തപ്പാണ്. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരോട് ഞങ്ങൾ ചോദിച്ചെങ്കിലും അവർക്ക് ആർക്കും ഈ കൽവർ ഹോൾ ആക്ച്വലി അറിയില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസും കണ്ടങ്ങ് പോയതാണ്. ഞങ്ങൾ ശരിക്കും ആ ക്ലിഫിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വഴി തെറ്റിപ്പോയിരുന്നു. അതറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്ന് പെട്ടത് ഈ വൈൽഡ് ഹോഴ്സസിൻ്റെ അടുത്താണ്. അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് പറഞ്ഞത് ഇവരുടെ അടുത്തേക്ക് അധികം പോകണ്ട, മേ ബി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷേ എന്ത് ഭംഗിയല്ലേ കാണാൻ, നല്ല വെള്ളക്കുതിരകൾ. ആൻഡ് ഫൈനലി ഇത് നമ്മുടെ സ്പോട്ടിലെത്തി. ഇതാണ് നമ്മുടെ കൽവർ ഹോൾ. ഒരുപാട് നടന്നലഞ്ഞ് അവസാനം കണ്ടുപിടിച്ചു. ഭയങ്കര സാഹസികമായിരുന്നു കേട്ടോ. ഈ സ്പോട്ട് ആർക്കും അറിയില്ല അവിടെയുള്ളവർക്ക്. നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്ത് അടിപൊളി അത് കാണാൻ. ആൻഡ് വന്നതിന് വേർത്തായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ഈ മല ആക്ച്വലി ഈ ക്ലിഫ് ഞങ്ങൾ ഒരു തവണ ഇറങ്ങി പിന്നെയും കയറി പിന്നെ ഇറങ്ങിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ നല്ല രസമായിരുന്നു. അവിടെ വന്നത് വേർത്തായത് ആ സ്പോട്ട് കണ്ടപ്പോഴാണ്. ആക്ച്വലി അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ചില്ല് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നമ്മളിപ്പോൾ കൽവർ ഹോളിൽ നിന്ന് തിരിച്ച് കയറി വരുവാണ്. ഇനി ഈ ക്ലിഫ് വീണ്ടും ഇറങ്ങിയാലാണ് വണ്ടിയുള്ള പാർക്കിങ്ങിലോട്ട് എത്തുള്ളൂ. ഈ ബാക്കിൽ കാണുന്നത് കേട്ടോ ആക്ച്വലി കൽവർ ഹോളാണ്. ഞങ്ങൾ ഇപ്പോൾ ചേട്ടൻ നടന്നു വരുന്നതിൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഫൈനലി ഞങ്ങൾ വിശന്ന് ചത്ത് ഒരു 3 hours ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. വിശന്ന് ചത്ത് ഞങ്ങൾ അവിടെയുള്ള ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ആകെ ഇഷ്ടപ്പെടാഞ്ഞത് അവിടെ ജസ്റ്റ് സോസസിന് വേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടിയിരുന്നു. അതുമാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു.
നിച്ചു നമ്മൾ എവിടെ പോണേ? ഇനി തിരിച്ചു വീട്ടിൽ പോവാ അല്ലേ? വീട്ടില് പോവാ. വീട്ടില് പോവാ. പോവാ. ട്രിപ്പ് എന്താ അടിപൊളിയായോ? നിച്ചുവിന് ഇഷ്ടായോ? നിച്ചു എൻജോയ് ചെയ്തോ? സൂപ്പർ ആയിരുന്നില്ലേ? ഇഷ്ടായില്ലേ? നമ്മൾ കുന്നും മലയൊക്കെ കേറി ഓടി നടന്നില്ലേ? അതെ, ഞങ്ങള് ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ കഴിച്ച് വിശന്ന് ചത്തോണ്ട് ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചു ഞങ്ങൾ അവിടുന്ന്. നല്ലായിരുന്നോ? നിച്ചു സദൻ ഫ്രൈഡ് ചിക്കനാ കഴിച്ചേ. ഇഷ്ടപ്പെട്ടോ? ആ അതെ അതെ, ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയില് ഞാൻ നിച്ചക്കോടെ വരുന്നതായിരിക്കും. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ ഫ്രണ്ട്സ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? ഈ ജോർജ് കൊള്ളത്തില്ല അല്ലേ? ഈ ജോർജ് കൊള്ളത്തില്ല. ജോർജ് പറയണ ഒന്നും നിങ്ങൾ കാര്യാക്കണ്ട കേട്ടോ. ഞങ്ങള് ബൈ ബൈ. ബൈ. See you later.